ഗുഡ് മോർണിംഗ്, നമസ്തേ. ഞാൻ രഞ്ജിത്ത്, യോഗ, പ്രാണവിദ്യ, ഹീലിംഗ് കോഴ്സുകളുടെ സീനിയർ ട്രെയിനറാണ്. ഇന്ത്യയിൽ നമ്മുടെ ഹെഡ് ക്വാർട്ടർ കൽക്കട്ടയിലാണ്. ഇതിൻ്റെ ഫൗണ്ടർ മഹാത്മാ ചോവാകോക്സി എന്ന വളരെ പ്രശസ്തനായെന്ന് ലോകം മുഴുവൻ അറിയുന്ന ഹീലിംഗ് സമ്പ്രദായങ്ങളിലെ മോഡേൺ ഫൗണ്ടർ ഓഫ് പ്രാണിക് ഹീലിംഗ് ആൻഡ് അർഹാത്തിക് യോഗ തയ്യാറാക്കിയ വലിയൊരു ഗുരുഭൂതനാണ് അദ്ദേഹം. ഹോളി പദവിയിലെത്തിയ ഒരു ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പത്നി മാ ഷാർലറ്റ് ആൻഡേഴ്സൺ തയ്യാറാക്കിയ ചിട്ടപ്പെടുത്തിയ മഹാത്മാ ചോവാകോക്സിയുടെ സിലബസ് പ്രകാരം തയ്യാറാക്കിയ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ, അതൊരു ഫൗണ്ടേഷനായിട്ട് ഇന്ന് ലോകം മുഴുവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ലോകസമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശവുമായിട്ട് അതിനുവേണ്ടി പ്രെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് ലോകത്തിലുണ്ട്. പ്ലാനറ്ററി പീസ് ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേര്. വേൾഡ് വൈഡ് ആയിട്ടുള്ളതാണ്. അത് നമ്മുടെ കോഴ്സിൽ ലെവൽ 1 യോഗ പ്രാണവിദ്യ ലെവൽ 1 അത് പഠിപ്പിക്കുന്നുണ്ട്. ആ ധ്യാന രീതി വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാവുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട വളരെ വലിയ ട്രാൻസ്ഫോർമേഷൻസിന് വഴിയൊരുക്കുന്ന ഈ ധ്യാന രീതി ഇന്ന് ലോകമെമ്പാടും പരിശീലിക്കുന്നുണ്ട്. സ്ട്രെസ് മാനേജ്മെൻറ്റുകൾക്കായാലും ജീവിത സാഹചര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനായിട്ടും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഇന്ത്യൻ സംസ്കൃതിയുടെ ശബ്ദമുയർത്തിക്കൊണ്ട് ഈ ധ്യാനരീതി ഇന്ന് ലോകമെമ്പാടും പരിശീലിക്കുന്നുണ്ട്. പല കോർപ്പറേറ്റ് സെക്ടറുകളിലും അവരുടെ സ്റ്റാഫിന് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അവരുടെ ശാന്തതയ്ക്കും അവരുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനുമൊക്കെ ശാന്തി കൊടുക്കാനും സഹായിക്കുന്ന ഈ ധ്യാനരീതി പരിശീലിക്കുമ്പോൾ ധാരാളം സ്നേഹോഷ്മളമായ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ആ സ്നേഹം, നാം ഇതുവരെ ജീവിച്ചിരുന്ന സ്നേഹത്തിൻ്റെ അളവ് കുറവായിരുന്നുവെന്നും ഇത് പരിശീലിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാ ചരാചരങ്ങളോടും വളരെ ആത്മബന്ധമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈശ്വരീയമായ സ്നേഹം ഈശ്വരനാണെന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, പഠിച്ചു വെച്ചിട്ടുള്ളത്. ഈശ്വരൻ സ്നേഹമാണ്, അല്ലെങ്കിൽ ദൈവം ഈശ്വരനാണ്, ദൈവം സ്നേഹമാണ്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആ സ്നേഹോഷ്മളമായ ശക്തി നമ്മിൽ കൂടെ പ്രകടമാകുന്നു. ഈ പരിശീലനത്തിൽ കൂടെ നമുക്ക് കൂടുതൽ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് സഹജീവികളെ അവരുടെ ജീവിതത്തിൽ ദോഷങ്ങളെയും കഷ്ടപ്പാടുകളെയൊക്കെ അകറ്റാനായിട്ട് നമുക്ക് പരിശീലിപ്പിക്കാനായിട്ടൊക്കെ നമുക്ക് സാധ്യമാകുന്നു. അല്ലെങ്കിൽ അവർക്ക് സാന്ത്വനം കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നു. അതിനുള്ള തോന്നലുകൾ നമുക്കുണ്ടാകുന്നു. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ഇങ്ങനെ ഓടി പാഞ്ഞ് നടക്കുക, എന്നിട്ട് നമ്മൾക്ക് മറ്റുള്ളൊരു കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ, നമുക്കറിയാം ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും തിരക്ക് പിടിച്ചതാണ്. അതുകൊണ്ട് വേറൊരാളുടെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാനൊന്നും ആർക്കും അത്ര ഈസിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള മാനസിക സ്ഥിതി നമുക്ക് വളരണമെങ്കിൽ നോട്ട് ഈവൺ ഹ്യൂമൻ ബീയിങ്സ്, നമുക്ക് ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് ജീവനില്ലാത്ത ആയാൽ പോലും എല്ലാത്തിനോടും നമുക്കൊരു സ്നേഹം, ഒരു പ്രണയം ഉണ്ടാക്കുന്നതാണ് ഈ പരിശീലനം. പണ്ട് രാജാക്കന്മാർക്ക് പഠിപ്പിച്ചിരുന്ന, വളർന്നു വരുന്ന രാജകുമാരന്മാർക്ക് ഈ വിദ്യ പഠിപ്പിച്ചിരുന്നു. അത് അവർക്ക് മാത്രമേ, രാജകുമാരന്മാർക്ക് മാത്രമായിട്ട് പരിശീലിപ്പിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് അവരെ മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല, അവർക്ക് അതിന് നിർബന്ധമായിട്ട് അത് പഠിക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കാരണം രാജകുമാരന്മാർ വളരുമ്പോൾ പ്രജകളോട് വളരെ സ്നേഹസമ്പന്നരായിട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട്. എല്ലാ എല്ലാവരെയും ഒരേപോലെ കാണാനും, അതുപോലെ തന്നെ ഈശ്വരീയമായ ബന്ധം കൂടുതൽ ക്രൗൺ, അതിൻ്റെ 2 ചക്രകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ധ്യാനം പരിശീലിക്കുക. 2 മർമ്മക്ഷേത്രങ്ങൾ, ഒന്ന് ഹാർട്ട് ചക്ര, നമ്മുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഹാർട്ട് ചക്ര,
പിന്നെ ഒന്ന് നമ്മുടെ ശിരസിൻ്റെ മുകളിൽ നിൽക്കുന്ന സഹസ്രാര പത്മചക്രം, ക്രൗൺ ചക്ര. യോഗി പാരമ്പര്യങ്ങളിലൊക്കെ ചക്രകളെന്ന് പറയുന്നത് വൈറ്റൽ എനർജി സെൻറ്റേഴ്സിനെയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ യോഗ പ്രാണവിദ്യയുടെ എല്ലാ പരിശീലനങ്ങളും ഉള്ളത്. വളരെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങളുണ്ട് ജീവിതത്തിലെ. ഓരോ കാര്യങ്ങളുമായിട്ട് ഈ ചക്രകൾ ബന്ധപ്പെടുത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ലെവലുകളെയും അത് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ഗുണത്തെയും നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെയും ഇമോഷണൽ സ്റ്റേറ്റിനെയും ആൻഡ് സ്പിരിച്വൽ സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ ഡിവൈൻ സ്റ്റേറ്റിനെയും കാർമിക് സ്റ്റേറ്റിനെയും നോട്ട് ഈവൺ ഫിസിക്കൽ സ്റ്റേറ്റിനെയൊക്കെ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ 2 ചക്രകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാന രീതി പരിശീലിക്കുക. ഈ ഹാർട്ട് ചക്രയ്ക്ക് 12 പെറ്റലുകളാണുള്ളത്. ക്ലയർവോയിൻറ്റിൽ നോക്കുമ്പോൾ ഇത് കറങ്ങുന്നത് 12 പെറ്റലുകൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നതായിട്ട് കാണാം. അതുപോലെ ക്രൗണിൽ 1000 ഇതളുകളെന്നാണ് പറയുക. അതിലുള്ളിൽ 12 പെറ്റലും അതിൻ്റെ ഔട്ടർ പെറ്റലിൽ 960 പെറ്റലുമാണുള്ളത്. അപ്പോൾ 972 പെറ്റലാണ് കൃത്യമായിട്ടുള്ള അളവ്. 1000 എന്നുള്ളത് റൗണ്ടായി പറയണം. 972 പെറ്റൽസാണ് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ആക്ടിവേറ്റിംഗ് അവർ ഹാർട്ട് സെൻറ്റർ, ആദ്യം നമ്മൾ നമ്മുടെ ഹൃദയചക്രത്തിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ സ്നേഹത്തിൻ്റെ ഒരു മൂർത്തിഭാവമായിട്ട് മാറാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് ഹാർട്ട് ചക്ര. അപ്പോൾ ഈ രാജാക്കന്മാർക്ക്, രാജഗുരുക്കന്മാർ, രാജകുമാരന്മാർക്ക് ഇത് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞു വന്നത് അവർക്ക് വളരെ അവരുടെ രാജ്യത്തുള്ള എല്ലാ പ്രജകളെയും ഒരേപോലെ സ്നേഹിക്കാനായിട്ട്, സ്നേഹകാരുണ്യങ്ങൾ ഉണ്ടാവാനായിട്ട്, ക്ഷമിക്കാനൊക്കെ ഉള്ള കഴിവ് വളരുന്നതാണ് ഈ ചക്ര ആക്ടിവേറ്റ് ആകുമ്പോൾ. അതുപോലെ തന്നെ ഈ ക്രൗണിൽ കൂടെ കടന്നു വരുന്ന ഡിവൈൻ എൻട്രി എന്നാണ് പറയുക അതിന്. ആ പ്രകാശം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റേറ്റ് സ്റ്റിമുലേറ്റ് ആവുന്നു. അതിനോട് ബന്ധപ്പെട്ടുള്ള ഗ്ലാൻഡുകൾ, പിറ്റ്യൂട്ടറി, പീനിയൽ, ഹൈപ്പോതലമസ് ഗ്രന്ഥികൾ, ബ്രെയിനുമായിട്ട് മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങൾക്കും അത് വളരെ സഹായം ചെയ്യുന്നതാണ്. ആ ക്രൗണിൽ കൂടെ കടന്നു വരുന്ന ഈ ക്രൗൺ ചക്രയും അതുപോലെ തന്നെ ഒരു ലോട്ടസ് ഫ്ലവർ പോലെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ഊർജ്ജം ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ധാരാളം ഊർജ്ജം അത് അബ്സോർബ് ചെയ്യുന്നു. അതുവരെ കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് അവിടെ ഉപയോഗശൂന്യം അതിനൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നു. ബ്രെയിനിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അസുഖകരമായിട്ടുള്ളതോ അതിൽ യൂസ്ഡ് അപ്പ് ആയിട്ടുള്ളതോ ഒക്കെ ഉള്ളതിനൊക്കെ പുറത്തേക്ക് തള്ളിക്കളയാനായിട്ട് അത് സഹായിക്കണം. ഇതിൻ്റെ അടുത്ത സൈക്കോളജിക്കൽ ഫങ്ഷനാണ് ഇത് ഡിവൈൻ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ കടന്നു വരുന്ന ഈശ്വരീയമായ ഹൃദയത്തിൽ നിന്നും കടന്നു വരുന്ന വളരെ അമൂല്യമായ സ്നേഹത്തിൻ്റെ, ഈശ്വരൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹത്തെ സ്വീകരിക്കുകയാണ് നമ്മുടെ ക്രൗൺ ചക്ര. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബ്രെയിനൊക്കെ സ്റ്റിമുലേറ്റ് ആവുന്നു. റൈറ്റ് ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ, അതുപോലെ തന്നെ സെൻട്രൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് അവിടെയൊക്കെ ആക്ടിവേഷൻ നടക്കുന്നു. നമ്മുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ തന്നെ ഒരു ദൈവികമായ പദവിയിലേക്ക് അത് ഉയർത്താനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ അതിൽ കൂടെ കടന്നു വരുന്ന പ്രകാശം ബ്രെയിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് കൂടുന്നു, നമ്മുടെ IQ ലെവല് വളരെ ഉയർന്ന തലത്തിലേക്ക് വരുന്നു. മാത്രമല്ല വളരെ സവിശേഷമായി നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു. ഇൻഡ്യൂഷൻ എന്നാൽ നമുക്ക് ആന്തരികമായ ചില അറിവുകൾ തരുന്നതാണ്. അതിൻ്റെ ശാസ്ത്രമൊക്കെ പിന്നീട് നമുക്കത് പഠിക്കാനായിട്ട് തന്നെയുണ്ട്. വ്യക്തമായിട്ട് നമ്മുടെ സോള്, അതുമാതിരി നമ്മുടെ ഹയർ സോള്, പരം സോള്, പരമാത്മാവ്, തത്വമസി, ഇതൊക്കെ നമുക്ക് ഈ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത് ഇപ്പം നമുക്ക് വിശദീകരിക്കാനുള്ള സമയം വീഡിയോയിൽ അനുവദിക്കാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ കോഴ്സുകളൊക്കെ പഠിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തിനാണ് ഇവിടെ ജനിച്ചത്, എന്തിനാണ് ഈ അമ്മയിൽ ഗർഭത്തിലേക്ക് നമ്മൾ വന്നത്, ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ തലത്തിലായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ ഒരു കാർമിക് ഫാക്ടറുണ്ട്. അപ്പോൾ അത് ഒക്കെ ആ സോള് ഇവിടെ വന്ന് ചില കർമ്മങ്ങളെ അനുഷ്ഠിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ ചുരുക്കി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ക്രൗണിൽ നിന്ന് വരുന്ന ഈ ഈശ്വരീയമായ പ്രകാശം, സ്നേഹോഷ്മളമായ പ്രകാശം നമ്മിൽ കൂടെ കടന്നു വരാൻ നമ്മൾ അനുവദിക്കുക എന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ക്രൗൺ സെൻറ്ററിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവെയർ ഓഫ് യുവർ ക്രൗൺ സെൻറ്റർ. ഫസ്റ്റ് അവെയർ ഓഫ് യുവർ ഹാർട്ട് സെൻറ്റർ ആൻഡ് കീപ് യുവർ ഹാൻഡ്സ് ഔട്ട്സൈഡ്
ബോത്ത് ഹാൻഡ്സ് ഔട്ട് സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൈ രണ്ടും ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളിങ്ങനെ പിടിക്കുക. കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലൊരു ഭൂഗോളം നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ഭൂമി ദേവി നമ്മുടെ കൈത്തലങ്ങൾക്കുള്ളിലായിട്ട് നിൽക്കുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ കൈകളിൽ ഈ സ്പർശിച്ച ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം അവിടെ നിന്നൊരു ഒഴുക്ക്, ഒരു ഊർജത്തിൻ്റെ പ്രവാഹം ആ ഭൂമിയിലേക്ക് കടന്നു പോകുന്നത് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ഹൃദയചക്രത്തിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നിന്നും കടന്നു വരുന്ന സ്നേഹോഷ്മളമായ മാനുഷികമായ ധാർമ്മികമായ പ്രകാശം, ആ ചക്രയുടെ ഫങ്ഷൻ അങ്ങനെയാണ്. സ്നേഹം മാനുഷികമായ സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഇടവനാണ്. ഇതിൽ കൂടെ കടന്നു വരുമ്പോൾ കൂടെ കടന്നു വരുന്ന എല്ലാ സൂക്ഷ്മമായ കോസ്മിക് എനർജിയും നമ്മുടെ ഹാർട്ട് ചക്രയെ വികസിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ കൂടെ നമ്മൾ വിഷ്വൽ ചെയ്യണം. നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ കൈകളിൽ കൂടെ ഈ പ്രകാശം കടന്ന് വരട്ടെ, ഭൂമിയിലേക്ക് ആ പ്രകാശം കടന്ന് വരട്ടെ. എന്നിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, ഇൻവൊക്കേഷൻ ചെയ്യാം. അത് സർവേശ്വര, എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. എന്നിൽ കൂടെ കടന്നു വരുന്ന, എൻ്റെ ഹൃദയ ചക്രത്തിൽ കൂടെ കടന്നു വരുന്ന പ്രകാശം സ്നേഹോഷ്മളമായ മാനുഷികമായ നന്മയുടെ സ്നേഹത്തിൻ്റെ പ്രകാശം എൻ്റെ കൈകളിൽ കൂടെ കടന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു ചെന്ന് ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഭൂമി മുഴുവൻ സമാധാനമുണ്ടാകട്ടെ. അതുപോലെ തന്നെ where there is hatred, love, വെറുപ്പുള്ളിടങ്ങളിലൊക്കെ സ്നേഹമുണ്ടാകട്ടെ. where there is darkness, light, ഇരുണ്ടടഞ്ഞ ജീവിതങ്ങളിൽ പ്രകാശം വരട്ടെ. അവർക്ക് നന്മകളിലേക്കും സന്തോഷങ്ങളിലേക്കും കടന്നു വരാനായിട്ട് ഈ പ്രകാശം എൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നു വരുന്ന, എൻ്റെ ഹൃദയം ചക്രം സ്വീകരിക്കുന്ന കോസ്മിക് എനർജി എന്നിൽ കൂടെ കടന്ന് എൻ്റെ കൈത്തലങ്ങളിൽ കൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു ചെല്ലട്ടെ. ഇതൊരു ഹീലിംഗ് പോലെ തന്നെയാണ്. നമ്മൾ ഹീൽ ചെയ്യാണ്, ഭൂമിയെ ഹീൽ ചെയ്യാണ്. എന്നിട്ട് ആ പ്രകാശത്തെ കടത്തിക്കൊണ്ട്, സ്നേഹോഷ്മളമായ പ്രകാശം കൊടുത്തുകൊണ്ട് ഭൂമിയിലെല്ലാ ജീവജാലങ്ങളും, മനുഷ്യന്മാർ മാത്രമല്ല ജീവജാലങ്ങൾക്കെല്ലാത്തിനും മുറിവേറ്റിടങ്ങളിൽ മുറിവുണക്കപ്പെടട്ടെ. മാനുഷികമായ എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെടട്ടെ. എല്ലാ നന്മകളും, എല്ലാവർക്കും നന്മകളിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹമുണ്ടാകട്ടെ. അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വൈരാഗ്യം നിലനിൽക്കുന്നതും യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും അവരൊക്കെ പരസ്പരം ധാരണയിലെത്താൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകം മുഴുവനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഇടമായി മാറട്ടെ. ഭൂമി ധാരാളം സാമ്പത്തികമായും അതുപോലെ ധാർമ്മികമായും സഹായത്തിൻ്റെയും ഒരു ഇടമായി മാറട്ടെ. പരസ്പര വിശ്വാസങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ നമുക്ക് ഭൂമിദേവിയെക്കുറിച്ച്, ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൈകളിൽ കൂടെ നമുക്ക് പ്രകാശം കൊടുത്തുകൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ഒരു പുഞ്ചിരിയോട്, നമ്മൾ ഒരു ദാനം ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോട് വേണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയചക്രത്തിൽ നിന്നും സ്വീകരിച്ചെടുക്കുന്ന ശക്തമായ ഈ പ്രകാശം നമ്മുടെ കൈത്തലങ്ങളിൽ കൂടെ കൊടുത്ത് അതൊരു സ്നേഹത്തിൻ്റെ ഊർജ്ജമായി ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും ശാന്തിക്കും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഭൂമിയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു ഇടനിലക്കാരനാണ്. നമ്മൾ സർവേശ്വരൻ്റെ ഒരു ഇടനിലക്കാരനായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഗുരുക്കന്മാരുടെയൊക്കെ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഭൂമിയെ അനുഗ്രഹിക്കുന്നു. ഭൂമിയിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറട്ടെ. അങ്ങനെ നമുക്ക് ഭൂമിയിലുള്ള എല്ലാ വിഷമങ്ങളും മാറും. നമ്മുടെ പേഴ്സണലായിട്ടല്ല, നമ്മുടെ സ്വന്തം കാര്യത്തിനല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഈ ഭൂമിയിലുള്ള ഈ പ്ലാനറ്റ് എർത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഒരു പുഞ്ചിരിയോടുകൂടി പകർന്നു കൊടുക്കുക. എൻജോയ്. നമുക്ക് ആ സന്തോഷം വരുന്നത് നമുക്ക് അറിയാം. കയ്യിൽ കൂടെ നമുക്ക് ലോകത്തിന് വേണ്ടി സമാധാനത്തിനും സന്തോഷത്തിനും സമൃദ്ധിക്കും എല്ലാ കഷ്ടപ്പാടുകളും തീരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് അത് മാറ്റം ചെയ്യപ്പെടുന്നതിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ കൂടെ കടന്നു പോകുന്ന ആ പ്രകാശത്തെ നമുക്ക് വളരെ ആത്മീയമായ ഒരു സന്തോഷം നൽകുന്നതായിട്ട് കാണാം. ആ പ്രകാശം നമുക്ക് വളരെ ഉന്നതമായ തലത്തിലുള്ള സന്തോഷത്തിനും നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും
അതുപോലെ തന്നെ ഒരു ആനന്ദത്തിനൊക്കെ അതൊരു കാരണമായി വരും. ആദ്യം ഈ കൈകൊണ്ട് നമ്മൾ ഭൂമിയെ ബ്ലസ് ചെയ്തു. ഹൃദയചക്രത്തിൽ നിന്നും സ്വീകരിച്ചെടുക്കുന്ന ശക്തിയായിട്ടുള്ള കോസ്മിക് പവർ കൈകളിൽ കൂടെ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു ഹീലിംഗ് പോലെ ഭൂമിയെ നമുക്ക്, ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സഹായിക്കാം. അതിനുശേഷം രണ്ടാമത് നമ്മുടെ ക്രൗൺ സെൻറ്ററിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അവിടേക്ക് നമ്മൾ അവെയർ ആവുമ്പോൾ ധാരാളം ശക്തിയായിട്ടുള്ള എന്തോ നമുക്ക് ശിരസിൽ കൂടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. സെൻസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് അനുഭവപ്പെടും. എന്നിട്ട് അത് ഭൂമിയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, കൈകളിൽ കൂടെ പകർന്നു കൊടുത്തുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാം. സർവേശ്വര, എൻ്റെ ക്രൗൺ സെൻറ്ററിൽ കൂടെ അങ്ങ് പകർന്നു തരുന്ന ഈ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും പകർന്നു തരുന്ന ഈ സ്നേഹോഷ്മളമായ ഈശ്വരീയമായ പ്രകാശം ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും സഹായമായിട്ടെത്തട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും രോഗങ്ങളും മാറട്ടെ. എല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും അല്ലാതെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിയും സന്തോഷവും സമാധാനവും സൗഹൃദവും എല്ലാം ഉണ്ടാകട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ക്രൗണിക്കൂടെ ഒരു ശക്തിയായിട്ടുള്ള പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവപ്പെടും. നമുക്കൊരു ആനന്ദം അനുഭവപ്പെടും. നമ്മുടെ കൈത്തലങ്ങളിൽ കൂടെ നമുക്കത് പകർന്നു കൊടുത്തുകൊണ്ട് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. അത് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട്. കൃത്യം സമയം ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒഴുക്ക് നിൽക്കുന്നത് വരെ. അങ്ങനെ ഒഴുക്ക് നിൽക്കുന്നത് വരെ എന്ന് പറഞ്ഞ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചെയ്യലല്ല. ഇത് മൊത്തം ഒരു 40 മിനിറ്റ്, 35 മിനിറ്റ്, 40 മിനിറ്റ് ഇത് ടോട്ടലി ചെയ്യേണ്ട കാര്യമുള്ളൂ. എല്ലാം കൂടി ചെയ്യുമ്പോൾ അത്ര മതി. അല്ലാതെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഇങ്ങനെ ഭൂമിയെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അതിലുള്ള ആനന്ദം ആ നേരത്തെ മാത്രം അനുഭവിക്കുക. അല്ലാതെ സമയത്ത് നമ്മുടെ ജോലികൾ ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. അതിനുശേഷം കൈകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയചക്രത്തിലും ക്രൗൺ ചക്രയിലും ശ്രദ്ധിക്കുക. രണ്ടിടങ്ങളിൽ നിന്നും ഒരേ സമയം പ്രകാശം, ഈശ്വരീയമായ സുവർണ പ്രകാശം ക്രൗണിൽ കൂടെയും നമ്മുടെ ഹൃദയചക്രത്തിൽ കൂടെ കടന്നു വരുന്ന അതിസൂക്ഷ്മമായ മഹത്തായ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ ഊർജം രണ്ടും കൂടി ക്രൗണിൽ നിന്നും ഹൃദയത്തിൽ നിന്നും കടന്നു വരുന്ന പ്രകാശം നമ്മുടെ കൈകളിൽ കൂടെ ഭൂമിക്ക് വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ട്, ഭൂമിക്ക് വീണ്ടും പകർന്നു കൊടുത്തുകൊണ്ട് നാം വീണ്ടും പ്രാർത്ഥിക്കാം. സർവേശ്വര, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും ശക്തി നിറഞ്ഞ് ലഭ്യമാകട്ടെ. എല്ലാവരുടെയും പ്രതിസന്ധികൾ തീരട്ടെ, പ്രശ്നങ്ങളെല്ലാം അവസാനിക്കട്ടെ, മുറിവുകളെല്ലാം ഉണക്കപ്പെടട്ടെ. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ തീരട്ടെ. രോഗങ്ങളുള്ളവരുടെ രോഗങ്ങളെല്ലാം മാറാനായിട്ട് ഈ പ്രകാശം സഹായിക്കട്ടെ. ഭൂമിയിൽ ദുരന്തങ്ങളുണ്ടായ ഭാഗത്ത് ആ ദുരന്തമുഖത്തുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഇത് സഹായിക്കട്ടെ. യുദ്ധങ്ങൾ നടക്കുന്നിടത്ത് യുദ്ധങ്ങൾക്ക് ഒരു കോംപ്രമൈസിലെത്തി യുദ്ധങ്ങൾ നിൽക്കാതെ അവസാനിക്കട്ടെ. മുറിവേറ്റ ആളുകളുടെ മുറിവുകൾ ഉണക്കപ്പെടട്ടെ. വീടുകളില്ലാത്ത ആളുകൾ വീടുകൾക്ക് സാധ്യതയുണ്ടാകട്ടെ. ഭക്ഷണം ലഭ്യമാകട്ടെ. സർവേശ്വര, അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഈ പ്രകാശം ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും ഗുണപ്രദമാകട്ടെ. അങ്ങനെ കുറച്ച് നേരം അത് ബ്ലസ് ചെയ്തിരിക്കുക. ഒരു 5 to 6, 7 മിനിറ്റ്സ് ഇരിക്കുക. കൃത്യം അങ്ങനെ പറയുന്നില്ല, സമയം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം അത് വളരെ തൃപ്തിയോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി വേണം നിങ്ങളത് കൊടുക്കാനായിട്ട്. ഈ രണ്ടിടങ്ങളിൽ നിന്നും സ്വീകരിച്ച ഊർജ്ജം നമ്മൾ കൊടുക്കുന്ന നേരത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഭൗതിക തലത്തിലുള്ള ജീവജാലങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മൾ ആ സമയത്ത് രണ്ടിൽ നിന്നും എടുക്കുന്ന എനർജി സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊന്നുകൂടെ ചെയ്യാം. ഇൻവിസിബിളായിട്ട് ഇവിടെയുള്ള എനർജി ബീയിങ്ങുകൾ, ഡിഫറെൻ്റ് ലെവലിലുള്ള എനർജി ബീയിങ്ങുകളുണ്ട്. വളരെ നന്മ പ്രസരിപ്പിക്കുന്ന ഊർജ്ജങ്ങളുണ്ട്. അതുപോലെ തിന്മകളിൽ ജീവിക്കുന്ന ഊർജ്ജ തലങ്ങളുണ്ട്.
അതിൽ അപ്പോൾ നന്മയുള്ളവർക്ക് നന്മയുടെ ഊർജ്ജത്തിന് ഏതെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ആ വിഷമങ്ങളൊക്കെ തീരാനായിട്ടും കൂടെ നമ്മൾ അനുഗ്രഹിക്കുക, കൈകളിൽ കൂടെ പ്രകാശം കൊടുക്കുക. അതേപോലെ തന്നെ അതായത് നന്മയല്ലാത്ത ഈ ദ്രോഹപകരമായ ദുഷ്ട സ്വഭാവങ്ങളുള്ള ഊർജ്ജവിശേഷങ്ങളുണ്ട് ഇവിടെ ഇൻവിസിബിളായിട്ട് തന്നെ. അവർക്കും കൊടുക്കുക എനർജി. അവർക്ക് കൊടുക്കുമ്പോൾ എന്ത് പറയണം, അവർക്ക് തിന്മ ചെയ്യാനുള്ള ആഗ്രഹങ്ങളിൽ നിന്നും മാറി അവർക്ക് നന്മകളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിക്കുക, സന്തോഷത്തോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി പ്രാർത്ഥിക്കുക. അത് ഒരു തൃപ്തിയാവുമ്പോൾ നമുക്ക് കൈ മടിയിൽ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ശിരസിൻ്റെ 3 ഇഞ്ച് മുകളിലായിട്ട് ഒരു പീനിയൽ, ഒരു ലൈറ്റ് നിൽക്കുന്നതായിട്ട് നമുക്ക് അകക്കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാം. ഒരു ചെറിയൊരു ലൈറ്റ് 3 ഇഞ്ച് മുകളിൽ നിൽക്കുന്നത് കാണാം. അതിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഓം ചാൻറ്റ് ചെയ്യുക. ശിരസിൻ്റെ മുകളിലുള്ള പ്രകാശത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുക. അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് പുഞ്ചിരിയോടുകൂടി ഓരോ ഓം ചാൻറ്റ് ചെയ്തതിന് ശേഷം ആ ശ്വാസം എടുക്കാനുള്ള സമയമുണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ 2 ഓംസ്. അതിൻ്റെ ഇടയിലൊരു ശാന്തത നമുക്ക് അനുഭവപ്പെടും. ശാന്തതയെ സ്വീകരിക്കുക, അതിൻ്റെ ആനന്ദത്തെ സ്വീകരിക്കുക. ആ സമാധാനമായ വളരെ ശാന്തമായ ഒരവസ്ഥ നമുക്കവിടെ അനുഭവപ്പെടും. ആ ഓമിൽ നിന്നും അടുത്ത ഓമിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള നിശബ്ദത ആത്മീയ സ്വരൂപമാണ്. നമ്മുടെ ഉള്ളിലെ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ശാന്തതയാണത്. There is a stillness, there is a calmness. You aware that calmness. That is meditation. ആ സമയത്ത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഓം 12 തവണ ചാൻറ്റ് ചെയ്യുക. 12 or 15 counts. And between there is a gap, there is a stillness. You aware of that stillness and enjoy the stillness. നമ്മുടെ ആ ശാന്തത നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു 12 or 15 ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കുക, പുഞ്ചിരിയോടുകൂടി ഇരിക്കുക. അങ്ങനെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷം ആ ശാന്തത പൂർണ്ണമായും അനുഭവിച്ചറിയാം. നമുക്ക് നമ്മുടെ ശരീരം മുഴുവനും വളരെ ശാന്തതയിലേക്കും കനം കുറഞ്ഞതൊക്കെയായിട്ട്, ഭാരം കുറഞ്ഞതായിട്ട്, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ ഒഴിഞ്ഞു പോയി വളരെ ശാന്തതയുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ ശരീരവും മനസ്സുമൊക്കെ മാറുന്നത് കാണാം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ഇരുന്നതിന് ശേഷം വീണ്ടും കൈ ഉയർത്തി ഭൂമിയെ സങ്കല്പിക്കുക. ഭൂമിയിലുള്ള ചരാചരങ്ങൾക്ക് വീണ്ടും നമ്മിലേക്ക് കടന്നു വന്ന ഊർജം, ഈ സമയത്ത് ധാരാളം ഊർജം നമ്മിലേക്ക് കടന്നു വരും. അതിമഹത്തായിട്ടുള്ള ശക്തിവിശേഷം ധാരാളം നമ്മിലേക്ക് കടന്നു വരും. ആ ആവശ്യത്തിൽ കൂടുതൽ നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും ശക്തി വിശേഷം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണല്ലോ നമ്മുടെ ശരീര ഊർജ്ജം കൂടുതലായിട്ട് സ്വീകരിക്കുക. പക്ഷെ ധ്യാനം ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും 10 മടങ്ങ് ശക്തിയിലാണ് ഊർജ്ജം ശരീരം ആവാഹിക്കുക. കാരണം പിറ്റേ ദിവസം നമുക്ക് എഴുന്ന ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ ധ്യാനത്തിൻ്റെ നേരത്തുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഒരു മെൻ്റൽ ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ധാരാളം ഊർജ്ജത്തെ ആഗിരണം ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഊർജ്ജത്തെ വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം ഭക്ഷണം അധികമായുള്ള പോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരരുത്. നമ്മൾ കൈ വീണ്ടും ഉയർത്തി ഭൂമിയെ സങ്കല്പിക്കുക. എന്നിട്ട് ഭൂമിയിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. സർവേശ്വര, എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഈ ആത്മീയ പ്രകാശം, ആത്മീയമായ പ്രഭ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം
മറ്റുള്ളവർക്കായിട്ട് വീതിച്ച് കൊടുക്കട്ടെ. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ ബന്ധുജനങ്ങൾക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ രാജ്യത്തിനും ഇത് ലഭ്യമാകട്ടെ. വീണ്ടും ഭൂമിയെ അനുഗ്രഹിക്കുക. അതുപോലെ നമുക്ക് ആ ഭൂമിയെ അനുഗ്രഹിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും ശ്രദ്ധിച്ച് വീട്ടിലെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കുറവുള്ളത് ആ ഭാഗങ്ങളൊക്കെ നികത്തപ്പെടാനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. ഈ ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് ജോലിയെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം. ആ ജോലി മികച്ചതാവാനായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സുള്ള ആളുകൾക്ക് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എനർജി കൊടുക്കാം. പരസ്പര ബന്ധങ്ങളിലുള്ള വിള്ളലുകളുണ്ടെങ്കിൽ അതിനെ ക്രമപ്പെടുത്താനായിട്ട് അത് ഉപയോഗിക്കാം. രോഗങ്ങൾ മാറ്റുന്നതിന് ഉപയോഗിക്കാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഭൂമിക്ക് കൊടുത്തതിന് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അത് അതിമഹത്തായ അതിശക്തമായ ഊർജ്ജപ്രവാഹമാണ് ഉണ്ടാവുക ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ക്രമീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ഭൂമിക്ക് കൊടുത്ത് ബാലൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈകൾ താഴെ മടിയിൽ വയ്ക്കുക. ഒരു പുഞ്ചിരിയോടുകൂടി ശിരസിൽ കൂടെ കടന്നു വരുന്ന ആത്മീയമായ പ്രകാശത്തെ, ഈശ്വരീയമായ പ്രകാശത്തെ വീണ്ടും ഒന്ന് സങ്കല്പിക്കുക. എന്നിട്ട് കൈകൾ രണ്ട് വശങ്ങളിലും പിടിച്ച് നമ്മുടെ തട്ടലിന് താഴെ ഒരു മർമ്മക്ഷേത്രമുണ്ട്. അതിനെ ബേസിക് എനർജി സെൻറ്റർ അല്ലെങ്കിൽ യോഗിക് പാരമ്പര്യം മൂലാധാര ചക്രം എന്നാണ് പറയുക. അതിൽ കൂടെയും കാലുകളുടെ അടിയിൽ 2 വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. സോൾ മൈനർ എന്നാണ് പറയുക. കാലിൻ്റെ അടിയിൽ നിന്നും നമ്മുടെ നട്ടലിൻ്റെ താഴെ ഭാഗത്തുള്ള ബേസിക് സെൻറ്ററിൽ നിന്നും ശക്തമായ വെളുത്ത പ്രകാശം നമ്മിലേക്ക് കടന്നു വരുന്ന പ്രകാശത്തെ ഭൂമിയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അത് ഭൂമിയിലേക്ക് ഒരു 3.5 മീറ്റർ താഴേക്ക് ഒരു 10 അടിയോളം താഴേക്ക് പോകുന്നതായിട്ടും ആ വെളുത്ത പ്രകാശം ഭൂമിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും വിഭാവന ചെയ്യുക. മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പറയുക, ഐ ആം റൂട്ടഡ് and connected with Mother Earth. I am rooted and grounded with Mother Earth. ഭൂമി ദേവി സൗഖ്യപ്പെടട്ടെ. ഭൂമാതാവുമായി ഞാനിത് സുദൃഢമായ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ ഭൂമിയായിട്ട് നല്ലപോലെ ബന്ധം സ്ഥാപിക്കുക. കാരണം ഭൂമിദേവിയിൽ നിന്നും ഭൂമിയിൽ നമുക്ക് ലഭ്യമാകുന്ന ഊർജം ബഹുമപ്രാണനാണ് നമ്മുടെ ശരീരത്തെ വളരെ ഹെൽത്തി ആയിട്ട് നിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, മാനസികാരോഗ്യം, ശാരീരികമായ എല്ലാ ആരോഗ്യങ്ങൾക്കും സാമ്പത്തികമായ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയായിട്ട് കൂടുതൽ ദൃഢമായ ബന്ധം സ്ഥാപിക്കുക. അതിൽ കൂടെ ദെൻ ആഫ്റ്റർ ഒരു താങ്ക്സ് ഗിവിങ് പ്രയർ ചെയ്യുക. ഇതൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സഹായിച്ച എനിക്ക് ഇതിന് കാരണക്കാരായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്നും സർവേശ്വരനിൽ നിന്നും കിട്ടിയ ഈ അനുഗ്രഹം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. എല്ലാ ഗുരുക്കന്മാരുടെയും എല്ലാ ഏഞ്ചലിക് ബീയിങ്ങുകളുടെയും ദേവതകളുടെയും ദേവന്മാരുടെയും ശക്തി സ്വീകരിച്ചുകൊണ്ട് അവരുടെ സഹായത്തെ ഞാൻ മാനിച്ചുകൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ലോട്ട്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞ നന്ദിയോടുകൂടി, ലോട്ട്സ് ഓഫ് റെസ്പെക്റ്റ് മികച്ച ബഹുമാനത്തോടുകൂടി തന്നെ, ലോട്ട്സ് ഓഫ് ലവ് നിറഞ്ഞ സ്നേഹത്തോടുകൂടി ഞാൻ എല്ലാവരെയും പ്രണമിക്കുന്നു. അങ്ങനെ ധ്യാനം അവസാനിപ്പിക്കുക. ധ്യാനം അവസാനിപ്പിച്ചതിന് ശേഷം കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. മെഡിറ്റേഷൻ ഇത് ധ്യാനം ചെയ്യുന്നതിന് മുമ്പും കുറച്ച് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ബോഡിയിൽ വന്ന് നിറഞ്ഞ ഊർജത്തെ എല്ലാ ഭാഗത്തേക്കും അസിമിലേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ ധ്യാനം നിങ്ങൾ പരിശീലിക്കുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വ്യക്തമായി ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്കിതിൻ്റെ ഓഡിയോ എൻ്റെ ഗുരു മാസ്റ്റർ ചൊവ്വ തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞ ഗൈഡ് ചെയ്യുന്ന ഓഡിയോ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡോക്യുമെൻ്റായിട്ട് അയച്ചു തരാം. മലയാളത്തിലുള്ളതുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. മലയാളം വേറെ നമ്മുടെ നാട്ടിലെ ഒരു അദ്ദേഹം ചെയ്തതാണ്. മറ്റേത് ഇംഗ്ലീഷിലുള്ളത് വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അത് മാസ്റ്റർ ചൊവ്വ ചെയ്തതാണ്.
ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് അയച്ചുതരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.